എന്താണ് ഇപ്പോൾ ഔസേപ്പിതാവിൻ്റെ കാലമാണിത്. ഇപ്പം നമ്മൾ പറയും ഔസേപ്പിതാവ് നല്ല മരണത്തിൻ്റെ പുണ്യാളനാണെന്ന് പറയും. അപ്പം നല്ല മരണത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയുണ്ട് അല്ലേ? നല്ല മരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, ഗർഭിണികൾ ആശുപത്രി ടെസ്റ്റിന് പോകുന്ന സമയത്തുള്ള പ്രാർത്ഥനയുണ്ട്, അബോർട്ടാകാതിരിക്കാനും ഡോക്ടറിനെ സമർപ്പിച്ചുള്ള പ്രാർത്ഥനയുണ്ട്. ഞാൻ തന്നെ ഒരു 10-20 കൊല്ലത്തിനും ഇത്തരം പ്രാർത്ഥന കൂടെ എഴുതിയിട്ടുണ്ട്. കാര്യം എനിക്ക് ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളൊക്കെ അറിയാവുന്ന കാരണം അവസ്ഥകളെല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. നമ്മുടെ കുർബാന പുസ്തകത്തിലുണ്ട് ആ പ്രാർത്ഥനകളെല്ലാം. ജോലിയും ജപിക്കും മുമ്പ്, യാത്രയ്ക്ക് പോകുന്ന മുമ്പ്, ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എന്തെല്ലാം വിഷയങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. പരീക്ഷയ്ക്ക് പോകാൻ നേരത്തുള്ള പ്രാർത്ഥന, എല്ലാത്തിനും പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ ചെന്ന് പെടുന്ന ജീവിത സാഹചര്യത്തിന് പറ്റണ പ്രാർത്ഥന ഒരു പുസ്തകത്തിലും കാണത്തില്ല. നമ്മൾ ചെന്ന് പെടുന്ന ജീവിത സാഹചര്യത്തിന് പറ്റുന്ന പ്രാർത്ഥന ഒരു പുസ്തകത്തിലും ചിലപ്പോൾ കാണത്തില്ല. കാര്യം അങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഞാനിപ്പോൾ ഈ മനുഷ്യനോട് ഞാൻ കർത്താവേ, ഈ 14-ാം നിലയിലെ സിം ഒടിക്കാൻ പോകുന്ന മനുഷ്യന് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കാരണം നാളെ ആളകത്ത് പോവുകയാണ്. ഒന്നെങ്കിൽ പോലീസ് മുകളിലോട്ട് കയറി വരും, അല്ലെങ്കിൽ അയാൾക്ക് താഴെ ഇറങ്ങേണ്ടി വരേണ്ടി വരും. എന്നാലും അകത്താവും. ഈ മനുഷ്യന് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയില്ല. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഇതിൻ്റെ പ്രാർത്ഥനയുണ്ട്. ഇതാണ് വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഈ മനുഷ്യന് വേണ്ടിയുള്ള സ്യൂട്ടബിൾ പ്രെയർ ഉണ്ട്. ഇതുകൊണ്ടാണ് ഈ പൗലോസ് പറയുവേ, അതായത് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. ശ്രദ്ധിച്ച മക്കളെ, യേശുസ്തോത്രം, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, സ്തുതി, ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണം ഈശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണം ഈശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. നിന്തിരു രക്തത്താൽ കഴുകണമേ ഈശോ, നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിന്തിരു രക്തത്താൽ കഴുകണമേ ഈശോ, നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പം അച്ഛൻ പറയുന്ന മക്കൾക്ക് മനസ്സിലായോ? അതായത് എല്ലാത്തിനും A to Z നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനാ പുസ്തകത്തിൽ പ്രാർത്ഥനയുണ്ട്. പക്ഷെ നമ്മൾ സ്ട്രെയിഞ്ച് ജീവിതാനുഭവങ്ങളിലൂടെയാണ് പോകണമെങ്കിൽ അതിനെ പറ്റിയ പ്രാർത്ഥന ഈ പുസ്തകത്തിൽ ചിലപ്പോൾ കാണത്തില്ല. ഇപ്പം അതുപോലെയാണ് ഈ മനുഷ്യൻ ചെന്ന് പെട്ടിരിക്കുന്നത്. എന്താണ്? 14-ാം നിലയിൽ താഴെ ഇറങ്ങിയ പോലീസ് വരും, അല്ലെങ്കിൽ മുകളിലോട്ട് പിടിക്കും. അകത്ത് പോയാൽ ജാമ്യവുമില്ല. എങ്ങനെ പ്രാർത്ഥിക്കും? നമ്മളകത്ത് പോയാൽ അങ്ങനെ ഒത്തിരി കാശ് ഗവൺമെൻറ്റിൽ നിന്നും ഈ ധാന്യമൊക്കെ സപ്ലൈ ചെയ്യുന്ന വ്യവസായിയാണ്. അങ്ങനെയൊക്കെ അത് കിട്ടാൻ ഉണ്ട്. പക്ഷേ അകത്ത് പോയാൽ പിന്നെ കിട്ടത്തില്ല, ഈ പൈസ എല്ലാം പോകും. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് പ്രതീക്ഷ വെക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിക്കും? ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പൗലോസിന് ഈ വിഷയം ഉണ്ടായിരുന്നു. കാര്യം എന്ത് പ്രാർത്ഥിക്കണമെന്നറിയാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ സഭയിലുള്ള പ്രശ്നങ്ങൾ 14 സഭകൾ അങ്ങനെ സ്ഥാപിച്ചു. ആ സഭയിലെല്ലാം പ്രശ്നമുണ്ടായി. കൊറോന്തോസ് സഭയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ പല ആൾക്കാരും വ്യാജ ഉപദേശങ്ങൾ ആ സഭയിൽ തന്നെ വന്ന് പറയും. നമ്മളിതുപോലെ ഇപ്പോഴത്തെ പോലെ ഫോൺ വിളിച്ച് സംസാരിക്കാനോ വണ്ടിയെടുത്ത് ചെല്ലാനോ പറ്റാത്ത അവസ്ഥയാണ്. കപ്പൽ കയറി പോകണം. കപ്പലിൻ്റെ സ്വഭാവമാണെങ്കിൽ കാറ്റനുസരിച്ചാണ്. ഒരു ദിവസം അങ്ങോട്ട് നമ്മൾ 2 കിലോമീറ്റർ പോയാൽ രണ്ടാമത്തെ ദിവസം കാറ്റ് തിരിഞ്ഞ് വീശുമ്പോൾ 3 കിലോമീറ്റർ പുറകോട്ട് വരും. ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും പോയാണ് നമ്മൾ അവിടെ എത്തണത്. ഏത് കാലത്ത് എങ്ങനെ അവസാനിക്കും? സംഘർഷം കൊണ്ട് സംഘർഷം. എന്ത് പ്രാർത്ഥിക്കണം? ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ പ്രാർത്ഥിക്കണമെന്ന് പൗലോസിന് പിടിയുമില്ല. അപ്പം നമുക്ക് മാത്രമല്ല ഈ പ്രശ്നമുള്ളത്. ഈ ഓരോ ജീവിതത്തിൻ്റെ സ്ട്രെയിഞ്ച് വിഷയങ്ങൾ വരുമ്പോൾ
നമുക്ക് തന്നെ പിടികിട്ടാത്ത ഈ നേരത്തെ നമ്മൾ അനുഭവിക്കാത്ത വിഷയങ്ങൾ. അത് നല്ലതും വരും, മോശവും വരും. അതല്ലേ മോസസിനോട് പറയണത്, ഇന്നലെ വരെ നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ ഞാൻ നിങ്ങളെ നടത്തും. ഇന്നലെ വരെ നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ. അപ്പോൾ സ്ട്രെയിഞ്ചായിട്ടുള്ള അപരിചിതമായിട്ടുള്ള വഴികൾ, ഈ അപരിചിതമായിട്ടുള്ള അവസ്ഥകളിൽ നമ്മൾക്ക് പരിചിതമില്ലാത്ത പ്രാർത്ഥന. പൗലോസ് പറയും, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിയത്തില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം ആ മനുഷ്യനെ. അങ്ങനെയുടെ അപ്പോസ്തല ജീവിതത്തിൽ അങ്ങനെ അനുഭവിച്ചതാണിത്. കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, വെളിപാടുകൾ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കാൻ അവനൊരിക്കലും മുള്ളു തന്നിരിക്കുന്നു പറഞ്ഞ പൗലോസ് അപ്പോസ്തലനാണ് പറയണത്. എത്ര വെളിപാടുണ്ടെങ്കിലും ചില സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊരു പിടിയില്ലെന്ന്. എത്ര വെളിപാടുണ്ടെങ്കിലും ചില സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊരു പിടിയില്ലെന്ന്. തലയുടെ കിളി പോയെന്ന് പറയത്തില്ല, അതുപോലുള്ള അവസ്ഥ വരികയാണ്. ഇങ്ങനെ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മൾ റോമ 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. അപ്പം ആത്മാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുന്നതാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.